ഒരുപാട് വിശപ്പ് അനുഭവിച്ചിട്ടുണ്ട്. ജീവിതം ഒരുപാട് അനുഭവിച്ച 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ബാല്യം ദുഃഖമായിരുന്നു, കല്യാണം കഴിഞ്ഞും ദുഃഖമായിരുന്നു. മക്കളെയൊക്കെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒത്തിരി ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്താണ് മക്കളെ ഭക്ഷണം കൊടുത്തത്. അന്നൊക്കെ പാൽക്കുളങ്ങരയുള്ള കുറേ വീട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു. അത് അവരാണ് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള എല്ലാം തന്നെ. ഭർത്താവ് ഉണ്ടെന്ന് പേരേ ഉള്ളായിരുന്നു. ഇപ്പൊ 20 വർഷം കൊണ്ടില്ല. ഇരുന്ന് കഴിക്കാൻ ഒരു സൗകര്യം ഇല്ലാതെ ഒരു സൗകര്യം ഒക്കെ നമുക്ക് ആ തന്നെ പോയി. ഞാൻ 6:30 ആകുമ്പം പാൽക്കുളങ്ങരന്ന് വരും മോനെ. വന്ന് ആ വീട്ടിൽ വരും. എനിക്ക് ഒരു നല്ലൊരു ആള് ഒരു വർക്ക് ഏരിയ തന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ കുറച്ചപ്പുറത്ത്. മോനെ കഷ്ടപ്പെട്ട് ഒരുപാട് ദുഃഖം, പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അതിൽ വലിയ ഒരു പുണ്യം ഇല്ലെന്ന് എനിക്ക് തോന്നി. നമ്മൾ അങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ച് തുടങ്ങിയതാണ്. നമ്മൾ തുടങ്ങുമ്പോൾ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് ഓച്ചിറ പോകുമ്പോഴും ഇവിടെ തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ കുറേ ആൾക്കാർ എന്നെ സഹായിച്ച്. എല്ലാവർക്കും നന്ദി. ഇപ്പൊ ഈ വീഡിയോ കണ്ട് ഒത്തിരി പേര് ഓരോന്ന് തരാമെന്നും എല്ലാം പറഞ്ഞ് കുറച്ച് പേര് അരിയൊക്കെ കൊണ്ട് തന്നവരുണ്ട്. 10 കിലോയുടെ അരിയൊക്കെ കൊണ്ട് തന്നവരുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. ഓ 10-25 പേർക്കുള്ള ഉണ്ട് മോനെ. ഭഗവാന്റെ ഇതുകൊണ്ടാണ് കിട്ടുന്നത്. ഭഗവാനാണ് ഏറ്റവും മുന്നില്. സേവനമാണ്, അമ്പലത്തിലൊക്കെ സേവനം ചെയ്താണ്. അവിടെ നിന്ന് കൈനീട്ടമൊക്കെ ഇതിന്. മക്കൾ 3 പേരാണ്. മോള് ഭർത്താവ് അവിടെ ഇരട്ടക്കുളം അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുകയാണ്. അതൊന്നും ആ കൊച്ചു പാക്കിംഗ് സെന്ററിൽ പോവും. മരുമോന് കമ്പനി മൈക്കാടാണ്. ഞാൻ മോൻ ഒരാൾ ടയർ കട, പിന്നെ 2 പേരും ടയറിന്റെ പാച്ച് വർക്ക് സാധനമൊക്കെ എടുത്താണ്. മോനും മോൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു കരി സാധനവും ഫസ്റ്റിലെ 1 മാസം നമ്മുടേതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മോനാണ് ആദ്യം എടുത്തു തന്നത്. മരണം വരെയും കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്.